ഇതാണ് ഊന്നിൻമൂട് ജംഗ്ഷൻ. ഊന്നിൻമൂട് ജംഗ്ഷനിൽ ഈ വലതോട്ട് പോകുന്ന വഴി പാരിപ്പള്ളി പോകുന്ന വഴിയാണ്, ഇടതോട്ട് പോകുന്ന വഴി പഴവൂരും, ഈ വീണ്ടും വലതോട്ട് ആദ്യം കാണുന്ന വലതോട്ടുള്ള വഴി പാരിപ്പള്ളി പോവാം. പക്ഷേ അത് കുറച്ച് ചുറ്റാണ്. എല്ലാവരും എളുപ്പം പോകാൻ പറ്റുന്ന വഴി വലതോട്ടുള്ള വഴിയാണ്, എളുപ്പം പാരിപ്പള്ളി. ഇത് പരവൂര് പോകുന്ന വഴി, ഈ വഴിയാണ് നമ്മൾ പോകുന്നത്. ഇതിവിടുത്തെ പണ്ടേ ഉള്ളൊരു ഹോട്ടലാണ്, അമൃത റെസ്റ്റോറൻറ്റ്. ഊന്നിൻമൂട് നിന്ന് വർക്കല പോകാൻ പറ്റുന്ന വഴിയാണ് ഇത്. ഈ വഴിയാണ് നമ്മൾ പോകുന്നത്. ഊന്നിൻമൂട് നിന്ന് വരുമ്പോൾ നമ്മൾ ആദ്യം എത്തുന്ന ജംഗ്ഷൻ ഭൂതക്കുളമാണ്. ഇവിടെ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ എത്തുമ്പോഴാണ് ഭൂതക്കുളം എത്തുന്നത്. ഈ ഭൂതക്കുളത്ത് നിന്ന് ഇടതോട്ടുള്ള വഴി, ഈ വഴി കൂടെ നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മെയിൻ റോഡ് പരവൂർ പാരിപ്പള്ളി മെയിൻ റോഡ് ചെന്ന് ജോയിൻ ചെയ്യാൻ നോക്കും. അതുപോലെ തന്നെ അവിടെ നിന്ന് റൈറ്റ് കാണുന്ന വഴി പോയാലും നമ്മൾ എത്തുന്നത് മെയിൻ പരവൂർ പാരിപ്പള്ളി റോഡിൽ തന്നെയാണ്. ഇതാണ് ഭൂതക്കുളം ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രം. ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ കല്യാണ മണ്ഡപമുണ്ട്. ക്ഷേത്രം ഇവിടെ നിന്ന് കാണാം. അടച്ചിട്ടിരിക്കുന്നതുകൊണ്ട് ഫേമസ് അമ്പലമാണ്. ഉത്സവം ഇവിടെ ഉള്ളൊരു വലിയ ഉത്സവമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ വന്നിരിക്കാനും ഒക്കെ നല്ലതാണ്. മുമ്പ് തുറന്നിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ അകത്തൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇവിടെ അകത്തൊക്കെ വന്നിരിക്കുമായിരുന്നു. നല്ല ഗ്രൗണ്ടും നല്ല തണലും ഒക്കെ സ്ഥലം. ഇതാണ് ഭൂതക്കുളം ഹൈസ്കൂൾ. വലിയ സ്കൂളാണ് ഭൂതക്കുളം ഹൈസ്കൂളാണല്ലോ. പ്രൈമറി സ്കൂൾ UP സ്കൂളല്ല, ഹൈസ്കൂളാണ്. ഇനി ഇവിടെ ഒരു ഹോട്ടൽ, തുഷാര ഹോട്ടൽ. ഇവിടെ നമ്മൾ ഇടയ്ക്കൊക്കെ വന്ന് ഫുഡ് കഴിക്കാറുണ്ട്. മസാല ദോശയാണ് ഇവിടുത്തെ നമുക്കിഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം. ഞാനിനി ഇവിടെ നിന്ന് പോകുന്നത് ഈ വഴിയല്ല, ഞാൻ ഇടതോട്ടുള്ള ഭൂതക്കുളത്തു നിന്ന് ഇടതോട്ടുള്ള വഴിയാണ് ഞാൻ പോകുന്നത്. ഇതുവഴി പോയി നമ്മൾ നേരെ ചെന്ന് കയറുന്നത് പരവൂർ പാരിപ്പള്ളി മെയിൻ റോഡിലേക്കാണ്. അവിടെ ഒന്ന് കയറി കഴിഞ്ഞാൽ നമ്മൾ പരവൂരെത്തുന്നു. പരവൂരിൽ നിന്ന് നേരെ പൊഴിക്കണം. അങ്ങനെ ഇടത്തോട്ടുള്ള വഴി പോകുമ്പോഴാണ് ഭൂതക്കുളത്തെ മാർക്കറ്റ്, അതുപോലെ തന്നെ അമ്പലത്തിലേക്കുള്ള ഒരു എൻട്രൻസ് ആ സൈഡിലുണ്ട്. അവിടെ നിന്നൊരു വഴി ഇടതോട്ട് പോകുന്നുണ്ട്. ആ വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് നെല്ലേറ്റിൽ, തോണിപ്പാറ, അങ്ങനെയുള്ള കലക്കോട് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോകാണ്. ബസ്സുള്ള വഴിയാണ്, അതിലേക്ക് ബസ് റൂട്ടുള്ളതാണ്. ഇതുവഴിയും ബസ് റൂട്ടുള്ളതാണ്. ഇതാണ് ഭൂതക്കുളം മാർക്കറ്റ്. ഇതിനകത്താണ് ഭൂതക്കുളം മാർക്കറ്റ്. സൈഡിൽ മൊത്തം കടകളും ഒക്കെ ഉണ്ട്. പോസ്റ്റ് ഓഫീസുണ്ട്, ബാങ്കുണ്ട്, ATM ഉണ്ട്. ആ കാണുന്ന വഴി കൂടെ പോകുമ്പോഴാണ് ഇവിടുത്തെ സപ്ലൈകോ. ഇതിനകത്താണ് ഭൂതക്കുളം മാർക്കറ്റ്. ഇപ്പം മാർക്കറ്റൊക്കെ കഴിഞ്ഞു, എല്ലാവരും പോയി. ഏകദേശം 11:30-12 മണി വരെ ഉണ്ടാകും തോന്നുന്നു ഇവിടുത്തെ മാർക്കറ്റ്. ഇപ്പോൾ എല്ലാം കഴിഞ്ഞു. രണ്ട് സൈഡിലായിട്ട് കടകളുണ്ട്. കടകളിലാണ് ഇവിടെ സാധനങ്ങളൊക്കെ വെക്കുന്നത്. ഇതിനകത്ത് ഇപ്പോൾ പോകാനൊക്കെ ഒന്നുമില്ല, വണ്ടി ബ്ലോക്കാണ്. പാരിപ്പള്ളിയിൽ നിന്ന് പുത്തൻകുളം, ഡോക്ടർ മുക്ക് ഒക്കെ കഴിഞ്ഞ് നേരെ വരുമ്പോൾ ഇവിടെ ഒരു കട്ട് റോഡുണ്ട്. കൂനയിൽ എന്ന് പറയുന്ന സ്ഥലം. അവിടെ എത്താൻ ഇവിടെ ഒരു കട്ട് റോഡുണ്ട്. ഇട സൈഡിലേക്ക് ഒരു കട്ട് റോഡ്. നേരെ പോയി കഴിഞ്ഞാൽ പരവൂരെത്തും. ഈ കട്ട് റോഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഭൂതക്കുളം, ഊന്നിൻമൂട്, അതുവഴി പാരിപ്പള്ളിയിലും പോവാം, അതുവഴി വർക്കലയിലും പോകാൻ നിൽക്കുന്ന വഴിയാണ് ഇത്. ഇതാണ് കട്ട് റോഡ്. ഇതുവഴിയാണ് ഞാൻ വന്ന ഇതുവഴിയാണ്. ഇതാണ് പരവൂരത്തെ ഒരേ ഒരു റെയിൽവേ ഗേറ്റ്. ഈ ഗേറ്റ് ഉള്ളത്
പാരിപ്പള്ളി ടു പരവൂർ പോകുന്ന വഴിയിലാണ്. ഇത് ഗേറ്റ് ഇപ്പോൾ അടവല്ലാത്തതുകൊണ്ട് ഞാൻ അതിനകത്തോട്ട് കയറിയിട്ട് കാണിച്ചു തരാം. ഈ ഗേറ്റ് വരുമ്പോൾ വലതുവശത്തേക്ക് പോകുന്നത് കൊല്ലം, അതാണ് പരവൂർ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നിന്ന് കാണാൻ നോക്കും പരവൂർ റെയിൽവേ സ്റ്റേഷൻ. ഇത് പരവൂർ റെയിൽവേ സ്റ്റേഷൻ. ഈ പാലം ഇത് വർക്കല പോകുന്ന വഴിയാണ്. കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഈ റൈറ്റ് സൈഡ് കാണുന്ന കടയുണ്ടല്ലോ, ഈ കടയിൽ പണ്ടേ ഉള്ള കട. ഇവിടെ നല്ല ജ്യൂസും ഷേക്കും ഒക്കെ കിട്ടുന്ന കടയാണ്. ഇത് അഫോർഡബിൾ പ്രൈസിൽ സാധനം കിട്ടുന്ന കടയാണ്. പണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇവിടെ വരുമായിരുന്നു ഷേക്കൊക്കെ കുടിക്കാൻ വേണ്ടി. ഇപ്പോൾ കുറേ നാളുകൊണ്ട് വരാറില്ല. ഇനി ഇതുവഴി ഇപ്പം ഗേറ്റ് അടവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വഴി, ഇത് കൊല്ലാൽ ശിവക്ഷേത്രം പോകുന്ന വഴിയാണ്. എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ കുടുംബക്ഷേത്രമാണ്. ഇതുവഴി പോയി കഴിഞ്ഞാൽ നമുക്ക് ഗേറ്റടമാണെങ്കിൽ ആ മേൽപ്പാലത്തിൽ കൂടി പരവൂർ പോകാനും. അപ്പോൾ ഇവിടെ ഉള്ളവർക്കൊക്കെ വളരെ എളുപ്പമാണ്. റൂട്ട് ബസ്സായാലും ബൈക്കിലോ കാറിലോ എല്ലാവർക്കും അതിൽ പോകാൻ. അത് വൺ വേ, അതുവഴി വരാൻ വൺ വേ ആണ്. അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് വരാൻ വൺ വേ ആയതുകൊണ്ട് വളരെ ഗതാഗത കുരുക്കം ഒന്നും ഉണ്ടാവാറുമില്ല. അങ്ങനെ നമ്മൾ പരവൂരെത്തി. ഇതാണ് പരവൂർ മാർക്കറ്റ്. ഈ ഇട സൈഡിൽ കാണുന്നതാണ് പരവൂർ മാർക്കറ്റ്. പരവൂർ ഇങ്ങനെ ബാങ്ക് ശാലത്തിന്റെ കത്താണ്. പിന്നെ ഇവിടെയൊക്കെ കടകളാണ്. കടവിൻ്റെ മുകളിൽ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. നല്ല റെസ്റ്റോറൻ്റാണ്. ഞാൻ പോയിട്ടൊന്നുമില്ല. ഈ സൈഡ് ലോട്ടറി കടകളും അതേ കണക്ക് തുണി കടകൾ, അങ്ങനെ തുടങ്ങി ഒരുപാട് കടകളുണ്ട്. ഫിഷ് മാർക്കറ്റാണ്. ഒരുപാട് ഇപ്പോഴും മീൻ അവൈലബിൾ ആണ്. 24 മണി രാവിലെയും വൈകിട്ടും ഒക്കെ കിട്ടും. പറഞ്ഞോ, പരവൂർ കമ്പോളത്തിലെ ആളുകൾക്ക് വളരെ കുറവാണ്. ഓക്കെ ചേട്ടാ, ശരി. അല്ല, വീഡിയോ എടുക്കുവാണ്. മലക്കറി കടയാണ് ഇവിടെ. മലക്കറി കടയും അതുപോലെ തുണിക്കടയും ഒക്കെ ഇവിടെയാണ്. ചട്ടി, നാരങ്ങ, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. ഒരുപാട് ചട്ടിക്കടയും. ഇപ്പോൾ സമയം കഴിഞ്ഞുകൊണ്ടാണ് ഇവിടെ ആരും ഇല്ലാത്തത്. ഉച്ച സമയം രാവിലെ ആയിരുന്നുകൊണ്ട് ഒരുപാട് പേരുണ്ടായിരുന്നു. ഇതാണ് പരവൂർ ജംഗ്ഷൻ. ഇവിടെ നിന്ന് നമുക്ക് ചാത്തന്നൂർ, വർക്കല, പൊഴിക്കര പോകുന്ന ബോർഡ് കാണാം. ഇവിടെ നമ്മൾ പോകുന്നത് നേരെ പൊഴിക്കരയാണ്. പൊഴിക്കര പൊഴി കാണാനും പൊഴിക്കര ഐലൻഡ് കാണാനുമാണ് നമ്മൾ. ഇവിടെ നെട സൈഡ് പോകുമ്പോഴാണ് ഇടവ, കാപ്പിൽ, വർക്കല അങ്ങനെയെല്ലാം പോകുന്നത്. ഈ വഴി ഞാൻ വന്ന വഴി പരവൂർ പോകുന്ന വഴി, പാരിപ്പള്ളി പോകുന്ന വഴിയാണ്. ഈ വഴിയാണ് എൻ്റെ വീട്ടിലും പോകുന്നത്. അങ്ങനെ പരവൂരെത്തി. പരവൂർ വലിയ തിരക്കൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. ഇതാണ് പരവൂർ ജംഗ്ഷൻ. സർക്കിളുണ്ട്. ഈ സർക്കിൾ അവിടെ ക്യാമറയൊക്കെ ഇരിക്കും. ജംഗ്ഷനിൽ കുറച്ച് ചെടിയൊക്കെ വെച്ച് ഇവിടുത്തെ സർക്കിള് മനോഹരമാക്കിയിട്ടുണ്ട്. ഇരിക്കാൻ ഇപ്പോൾ വലുതായിരുന്ന ഒരു പാർക്ക് കണക്ക് വെക്കാമായിരുന്നു. പക്ഷേ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. 3-4 പോസ്റ്റും അതുപോലെ ഇതിൻ്റെ സ്ഥാപന ഡേറ്റ് അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. അവിടെ എൻ്റെ ബാക്കിലായിട്ട് കാണുന്ന അവിടെ ചിപ്സ് കടയൊക്കെ ഉണ്ട്. ഇവിടെയാണ് ചിപ്സ് കൂടുതൽ. സെൽവ എന്ന് പറഞ്ഞ പേരുള്ളൊരു കടയാണ് ഇവിടെ കാണാം. ഇവിടെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്. ഞാനത് കാണിച്ചു തരാം. കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്. ഞാനും ഫ്രണ്ട്സൊക്കെ സമയം കിട്ടി ഇവിടെ വരുമ്പോൾ ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്. കാണിച്ചു തരാം. ഇവിടെ ഫേമസ് ബേക്കറി ഒരെണ്ണമുണ്ട്. സീതാ ബേക്കറി പരവൂർ. ഫേമസ് സീതാ ബേക്കറി. ഇതാണ് സീതാ ബേക്കറി. ഇന്ന് മുന്നോട്ട് പോകും. ഇതിന് കഴിഞ്ഞിട്ട് രണ്ടാമതാണ് വെജിറ്റേറിയൻ ഹോട്ടൽ. ഇതാണ് പരവൂരത്തെ ഏക വെജിറ്റേറിയൻ ഹോട്ടൽ. ഇവിടെ ഞാനും ഫ്രണ്ട്സും ഞാനും അമ്മയും ഒക്കെ ഒന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട്. ആര്യാസ് വെജിറ്റേറിയൻ ഹോട്ടൽ. ഇവിടെ ഏറ്റവും നല്ല വെജിറ്റേറിയൻ ഫുഡ് പരവൂർ കിട്ടുന്നത്.
വേറെ കട ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെയാണ് നമ്മൾ വരുമ്പോൾ സാധാരണ ഈ ഹോട്ടലിൽ നിന്നാണ് ഫുഡ് കഴിക്കാറ്. പരവൂരിൽ നിന്ന് കൊഴിക്കൽ പോണ റോഡിൽ ഇടത് സൈഡ്. ഇതാണ് പരവൂരത്തെ ചിപ്സൊക്കെ മേടിക്കുന്ന കട. ഞാൻ മിക്കപ്പോഴും ചിപ്സൊക്കെ ഇവിടെ നിന്നായിരിക്കും മേടിക്കാറ്. ഇവിടെ ഈ സൈഡിൽ മൊത്തം ബേക്കറിയും മെഡിക്കൽ സ്റ്റോറും അങ്ങനെയുള്ള കടകളാണ്. നേരെ പോകുമ്പോൾ സ്കൂളുണ്ട്. കുറ്റിങ്ങൽ ക്ഷേത്രത്തിലൊക്കെ ഇതുവഴിയാണ് പോകുന്നത്. ഇത് 1 വേ ആണ്. ഇത് 1 വേ ആണ്. നേരെ പോകുമ്പോൾ അശോക് തിയേറ്ററുണ്ട്. ഇവിടുത്തെ പരവൂരത്തെ ഒരു തിയേറ്ററാണ് അശോക് തിയേറ്റർ. അങ്ങോട്ടാണ്. ഞാൻ വേറൊരു ദിവസം അതിൻ്റെ വീഡിയോ ഇടും.